ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അപ്പോൾ പൊന്നുമ്മാനി മിന്നുമ്മാനി രാവിലെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ച് ഇവിടെ ബെഡിൽ കിടത്തി ഞാൻ ഇവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ താത്താരൊക്കെ സ്കൂൾക്ക് അയക്കണം നോലോളിച്ചിട്ട് കാര്യമല്ല. താത്താക്കും കാക്കാക്കൊക്കെ പരീക്ഷയാണ്. എന്താ അപ്പം അവിടെ ചപ്പക്കുപ്പാന്ന് കാണുന്നുണ്ടാവൂലേ? കാക്കൂൻ്റെ പണി കേട്ടോ മക്കളെ. നീച്ചള നോലോളിച്ചണ്ട. വാ 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 അമ്മാൻ്റെ മടിക്ക്. അമ്മച്ചീൻ്റെ മടിക്ക്. അപ്പൊ കാക്കു എന്നും ചാക്കിലാക്കിയിടുന്ന ആ ചാക്കാട്ടോ. എന്താ അപ്പം അത് സംഭവം എന്ന് കരുതുണ്ടാവൂലേ? എന്നും കാക്കു പറയും ഒക്കെ എടുത്ത് ഒഴിവാക്കണം പഴയതുകളൊക്കെന്ന്. അപ്പോൾ ഷൈമോക്കും തന്നെ ഏട്ടത്തിൻ്റെ മക്കൾക്ക് വെറുതെയൊക്കെ കൊടുക്കണുണ്ടാവും കുറേ. ഓളമ്മായിയാൾ കാക്കുവിൻ്റെ പെങ്ങന്മാരെ കുട്ടികളതൊക്കെ ഉണ്ടാവും. അതൊക്കെ വാങ്ങും, എന്നിട്ട് കുറേ ഇടും. പിന്നെ ഓൾ ഒഴിവാക്കൂല കേട്ടോ, അങ്ങനെ ഇട്ടെടുക്കും. ഇപ്പം ഞാൻ 2 ഡ്രസ്സ് എടുത്തിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓൾക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ടൈം കിട്ടണില്ല. കാരണം അവർ രാവിലെ സ്കൂളിൽ പോയാൽ പിന്നെ വൈകുന്നേരം മദ്രസ് പോവാണ്ട്, പിന്നെ വന്നാൽ അവിടെ ഒഴിവ് കിട്ടണില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ശനിയോ ഞായർ ഏതെങ്കിലും ദിവസം ഇട്ട് തരണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ കാണിച്ചു തരണ്ട്. അപ്പോൾ ഇതാക്കണ കണ്ടോ? അപ്പോൾ കാക്കു പറയാം ഇതൊക്കെ ഞാൻ എടുത്ത് കത്തിക്കണം, വേണ്ട അതൊക്കെ അറിഞ്ഞു കണ്ട്. കുറേ ഉണ്ട് മക്കളെ, എല്ലാവരുടെ അടുത്തുനിന്നും വാങ്ങോളും ഉപയോഗിക്കും. ഓലൊക്കെ ഉപയോഗിക്കും കേട്ടോ. കുറേ കഴിഞ്ഞാലേ ഇതിങ്ങനെ കൊട്ടയിൽ ഒന്നും വെച്ചിട്ട് കാര്യമല്ലേ. ഷേമോക്കും റിതുവിനും ഇച്ചൂനും വലിയൊരു കൊട്ട വെച്ചിക്കുക കേട്ടോ. അതിലാണ് 3 ആളെ ഡ്രസ്സും ഇടൽ. അത് ഒരാൾ തപ്പി തരുമ്പോൾ അത് മൊത്തം പുറത്തേക്ക് എടുത്തിടും. പിന്നെ ലിനുവിനും ഒരു വേറെ കൊട്ടുണ്ട്. പിന്നെ അതുപോലെ ബേബീസിന് വേറെ കൊട്ടയുണ്ട് കേട്ടോ. ആ കൊട്ട ലിനുമ്മാൻ്റെ കൊട്ടയാണ്. അതിലിപ്പോൾ ഇച്ചുവിൻ്റെയോ ലിനുവിൻ്റെയോ ഇട്ടിക്കുക. അവരുടെ ആയിരുന്നു ആദ്യം ഇട്ടിരുന്നു. അപ്പോൾ ഇച്ചുമോളൊക്കെ വലിയതായപ്പോഴേ ഓളെ ഉടുപ്പുകളൊന്നും അതിൽ കൊള്ളാതായി. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ അവസ്ഥ. അപ്പോൾ കാക്കൊന്നിപ്പോൾ ഞാൻ പരക്കം പാഞ്ഞ് ചോറുണ്ടാക്കി. രാവിലെ ഭൂരിയായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? കാക്കുവിൻ്റെ പുറം വരുത്താണ്. ഭൂരി മസാലയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പരക്കം പാഞ്ഞ് ഇച്ചുവിനെ സ്കൂൾക്ക് പറഞ്ഞയച്ച് അതിൻ്റെ അടിയിൽ ബേബിയെ ഒന്ന് ഉറക്കി അതിൽ ഓല ഉണന്നു കേട്ടോ. അപ്പോൾ ഇവിടെ താഴെ ബെഡ് വിരിച്ച് കൊണ്ട് ഇവിടെ കിടത്തി. എന്നിട്ട് പിന്നെ ഞാൻ ചോറുണ്ടാക്കാൻ പോയി. പിന്നെ ഉണക്കമീനാട്ടോ ഒന്നും. അപ്പോൾ ഉണക്കമീൻ പൊരിക്കായിരുന്നു, സാമ്പാറുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഇങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്താ കുട്ടികൾ ഇങ്ങനെ കരീണ എഴുതി വന്നതാ. അപ്പോൾ ഞാൻ തോരടാനൊക്കെ പോയി. കുറേ അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ തോരട്ട് മടങ്ങി വന്നപ്പോൾ ഇവർ കരച്ചിൽ. വന്ന് നോക്കിയപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ? കുറേ ഉണ്ട് കേട്ടോ. ഞാൻ നൈസിങ്ങിന് പോയ ഡ്രസ്സൊക്കെയാണ് ആ ബ്ലൂ കളറിൽ കാണുന്നത്. അങ്ങനെ കുറേ ഉണ്ട് ഒഴിവാക്കാൻ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ കുറേ സമാധാനമായിരുന്നു. അപ്പോൾ ഞാൻ കാക്കുവിനോട് അറിയാം നല്ല കോട്ടൺ കഷ്ണങ്ങൾ മടക്കി വെക്കണം എനിക്ക്. അത് അവിടെ എടുത്ത് വയ്ക്കി നമുക്ക് തുടക്കാനൊക്കെ എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കാമല്ലോ. എടുത്തേക്കാന്ന് പറഞ്ഞുകാണ്ട് എനിക്ക് അവിടെ മൂലക്കൽ ഇടാനല്ലേ അറിയുന്നുണ്ട് കാക്കു കേട്ടോ. അപ്പോൾ ആ ചാക്ക് കണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ടാവില്ലേ? അതവിടെ പശുവില്ലാന്നൊക്കെ ഇത് കൊടുന്നതായിരുന്നു, പുണ്ണാക്കൊക്കെ കൊടുന്നതായിരുന്നു. ഇനിയിപ്പോൾ എന്താ അതൊക്കെ കത്തിച്ച മനുഷ്യ ആന്ന് ഒന്നുമില്ല കേട്ടോ. അതൊക്കെ വേണ്ടാത്ത തന്നെയാണ്. കുറേ റിതുവിനൊക്കെ ഞാൻ പറയാം കുടുക്കിടാനും കൂടി കഴിയണില്ല. ഈ കള്ളി ഷർട്ടൊന്നും അത്ര ടൈറ്റായിട്ടുണ്ട്. പിന്നെ ഷാള് പിന്നെ ഷെയ്മോൾ ഉപയോഗിക്കും. അപ്പോൾ കാക്കു അറിയാം അത് വേണമെങ്കിൽ എടുത്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ഒഴിവാക്കുക അറിയാം കാക്കു. മക്കൾ വീട്ടിലുള്ളവർക്ക് അറിയാം, കുറേ മക്കളുള്ളവർക്ക്. ഇതിങ്ങോട്ട് ആകെ എത്ര നമ്മൾ മടക്കി വെച്ചാലും കാണൂല. എത്രയും ഞാൻ മടക്കി വെക്കുന്നോ, കാക്കു എത്രയും മടക്കി വെക്കും. അതുകൊണ്ടൊന്നും കാര്യമല്ല. കുറേ ഞാൻ ചീത്ത പറയാ തല്ലുക എന്നല്ലാതെ. പിന്നെ ഇപ്പം താഴത്തെ ഉമ്മ വന്നാലും ചീത്ത അറിയട്ടോ. ഐറ്റങ്ങളങ്ങനെ ചീത്ത പറഞ്ഞ് തല്ലണ്ട, നന്നായിക്കോളും കുറച്ച് ചെയ്യുമ്പോൾ പറയും. ഓൾക്കും തല്ലണമൊന്നും പറ്റൂല. ഞാൻ നല്ലോണം തല്ലും ചീത്തരൊക്കെ ചെയ്യും. കാക്കൊന്നും ചെയ്യൂല. അപ്പോൾ ആ ബാഗൊക്കെ കത്തിച്ച ആ ബാഗൊക്കെ ഒരു 3-4 വർഷം മുന്നില്ല കേട്ടോ മക്കളെ. തുന്നി ഷെയ്മോൾ അറിഞ്ഞ് കൊണ്ടടക്കൂല. അപ്പം 2 ആളും കൂടി കരഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? 2 ആളും കാക്കി ഒന്നുമില്ല ഇവിടെ. ഇപ്പച്ചിക്ക് ഒരു പണിയാണ്. ഞാൻ മിന്നെ കാലിൻ്റെ ഒട്ടിൽ ഇരിക്കണ്. എന്നാ വന്നോ ഉമ്മച്ചി എടുക്കാം വരും ഉമ്മച്ചി എടുക്കാം. ഉമ്മച്ചി എടുക്കാം. ആരുമില്ല മക്കളെ എൻ്റെ പൊന്നാളെടുക്കാൻ. അല്ലോ ഒക്കെ ഞാൻ എന്തെങ്കിലും കാട്ടുക.
അതൊക്കെ ഞാൻ പൊറുക്കി തിന്നാണ്. അതെ മക്കളെ, അത് നേരാട്ടോ, അതൊക്കെ എടുത്ത് വെക്കും കാക്കൂട്ടോ. ഓല് കണ്ടാൽ ഓൽക്ക് എല്ലാം ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ആ നിസ്കാരപ്പാട് എടുത്ത് വെച്ചിട്ടില്ലല്ലേ? ആ നിസ്കാരപ്പാട് എടുത്തേക്ക്. അപ്പോൾ പൊന്നൂന് ഞാൻ ആ മരുന്ന് കൊടുത്തിരുന്നു കേട്ടോ. ഡോക്ടർ എഴുതി തന്ന മരുന്ന് ഞാൻ പറഞ്ഞില്ല, ഉറങ്ങൂല, നല്ല വാശിയാണെന്ന് പറഞ്ഞില്ല ഞാൻ. അത് കൊടുത്തിട്ട് മക്കളെ കുട്ടി ആകെ ക്ഷീണിക്കുക കേട്ടോ, വിയർക്കുക, ആകെ ക്ഷീണം പറ്റുക, ഭയങ്കര ഒരു അസ്വസ്ഥത കുട്ടി ഇങ്ങോട്ട് മെലീണ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ നിർത്തിയതാട്ടോ മരുന്ന്. 2 ദിവസമായി നിർത്തി. പേടിയാവുക. എന്താണ് ഈ തിന്നണ്? എല്ലാം തിന്നുകൊണ്ടാ നമ്മുടെ ചുണ്ടരി മാമ ഇങ്ങോട്ടോ. നമ്മൾ എന്ത് കയ്യിലുണ്ടെങ്കിലും അത് വാങ്ങിയ ഭയങ്കര കുശുംബാരം, പിന്നെ കരഞ്ഞിട്ട് വയ്ക്കൂല. പിന്നെ ഫർദല്ലേ അത് ചെയ്യുമോളെ? തലക്ക് സുഖല്ലേ? ഇന്ന് ഇഞ്ച ഫർദയാറ് മനസ്സാ, ഫർദോളൊന്നും എടുക്കല്ലേ. അടുത്ത ആൾക്ക് നാരങ്ങ കൊടുത്തിട്ട് ഓൾക്ക് പിന്നെ വലിയ പരാതികളൊന്നുമില്ല കേട്ടോ. ഓളങ്ങനെ കിടക്കും. അതന്നെ വലിയ കാര്യമാണ്. അൽഹംദുലില്ലാ. നാരങ്ങ കൊടുക്കേ. ഓളെ കാട്ടൂല. പൊന്നും കാട്ടനെ കാട്ടൂല. എന്ത് ഫർദ തരണാന്നോ? അതോ വേണ്ട. ആരമ്മാനെ മുത്തിനെ കാട്ട്. ആരെ കാട്ട്? എമ്മട്ടി നീച്ചാളി. നാരങ്ങക്ക് തല്ലൂട് കേട്ടോ മക്കളെ. പൊന്നോ മിന്ന നാരങ്ങ കൊടുത്താ അമ്മട്ടി. നാരങ്ങ കൊടുത്താ കാട്ടൂല. ഇല്ല, ഓള് വാങ്ങൂല. എന്തിനാണ് പൊന്നൂസേ ഇവിടെ ഉമ്മട്ടിന്റെ നാരങ്ങ? ഇല്ല, ഓള് മാങ്ങൂല. പൊന്നു അടക്കിയ പൊന്നു നല്ല വികൃതിയാട്ടും കേട്ടോ. മിന്നു അങ്ങനെ ഇരുന്ന് കരി. പൊന്നു വികൃതിയായിട്ടും മിന്നു കരി. ഇപ്പോൾ ഓളെ കയ്യിലെ ചെറുനാരങ്ങ കൊത്തി പറിച്ചാണ് കേട്ടോ. അത് വാങ്ങുകയാണ്. കൊത്തി പറിച്ച് അടക്കിയ ദേഷ്യം കാട്ടണം. കൊത്തി പറിച്ച് വാങ്ങി. അമ്മ വേറെ തരാം. അമ്മ പൊന്നൂന് വേറെ തരാം. സുന്ദരി പെണ്ണാണ് ആ സുന്ദരി പെണ്ണാണ്. അപ്പോൾ പൊന്നു മക്കളെ, ഇന്ന് പെരുന്നാളാട്ടോ. ഞങ്ങൾക്ക് ഉറക്കില്ല, 3 ഉറങ്ങിയിട്ടില്ല. നേരം വെളുക്കുമ്പോൾ തുടങ്ങിയ നേരെ 2 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടോ. അപ്പോഴിപ്പോഴായിട്ട് വീഡിയോ എടുത്തതാ ഞാൻ. ഉറങ്ങൂല, കാക്കു കൊയങ്ങിക്കണ് കേട്ടോ. രാവിലെ ചോറ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയോണ്ട് അത് നടന്നു, ബാക്കിയൊന്നും നടന്നില്ല. അപ്പോൾ കാക്കു പറയാ, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേടി പണിക്ക് പോകണുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്ഥിരം പണിക്ക് പോവുകയാണ്. ഈ കുട്ടികളെ നോക്കിക്കോ, എന്നെക്കൊണ്ട് കഴിച്ചണില്ല കേട്ടോ. ഈ പെണ്ണുങ്ങളെയൊക്കെ സമ്മതിച്ചണം പറയാ കാക്കു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ 2 നോക്കുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെയല്ലേ നോക്കല് പെണ്ണുങ്ങൾ കാരണം. കാക്കു വരെ സമ്മതിച്ചണം. ഇതിലാറില്ല, ഞാൻ സ്ഥിരം പണിക്ക് പോവുകയാണ്. അപ്പം ഇത്രയുള്ള വീഡിയോ കേട്ടോ. ചിരിക്കുണ്ടാവും എല്ലാവരും.